Today we are going to discuss about second chapter from history textbook, World in the 20th Century. In this chapter we have to discuss about several important incidents occurred in the 20th century. 20ാം നൂറ്റാണ്ടിൽ ലോകത്ത് നടന്ന പ്രധാനപ്പെട്ട പല സംഭവങ്ങളും പ്രതിഭാസങ്ങളെയും കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. First of all, in this chapter we will discuss about how capitalism emerged to imperialism. എങ്ങനെയാണ് മുതലാളിത്തത്തിൽ നിന്നും സാമ്രാജ്യത്വം എന്ന് പറയുന്ന പുതിയൊരു രീതിയിലേക്ക് ശക്തികൾ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഈ പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. At the beginning of this chapter, you can see the map of the continent of Africa. And from this map, we can understand the influence of capitalist powers and imperialist powers in the African continent due to colonization. കോളനിവൽക്കരണം കാരണം മുതലാളിത്ത ശക്തികളും സാമ്രാജ്യത്വ ശക്തികളും എത്രത്തോളം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? എങ്ങനെയാണ് കോളനിവൽക്കരണത്തിൻ്റെ സ്വാധീനം നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? When we analyze this map, we can understand that African countries share straight border lines. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ നേർരേഖയിലുള്ള ബൗണ്ടറി ലൈനുകളാണ് അവർക്കുള്ളത്. അവരുടെ എല്ലാ ബൗണ്ടറിയിലും അധിക സ്ഥലത്തും നേർരേഖയിലാണ് വര കാണുന്നത്. What is the reason for this? The reason is the Europeans, capitalist powers and imperialist powers, they reached Africa in search of natural resources. പ്രകൃതി വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾ അല്ലെങ്കിൽ മുതലാളിത്ത ശക്തികൾ അല്ലെങ്കിൽ യൂറോപ്യൻസ് അവർ ആഫ്രിക്കയിലേക്ക് എത്തി. And at the beginning of 20th century, they partitioned African continent among themselves. അങ്ങനെ യൂറോപ്യൻ ശക്തികൾ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ വീതിച്ചെടുത്തു. അങ്ങനെ അവർ വീതിച്ചെടുക്കുന്ന സമയത്ത് അവർ ഓരോരുത്തർക്ക് ആവശ്യമായത് അവർ നേർരേഖയിൽ വരച്ചെടുത്തു. On the basis of some agreements among the European countries, they divided the African nations among themselves by just drawing straight lines on the map. ആ മാപ്പിൽ നേരെ ഒരു വര വരച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും ഡിവൈഡ് ചെയ്ത് എടുത്തു. സോ ദ ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രൈറ്റ് ബോർഡർ ലൈൻ. അതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ബൗണ്ടറികളൊക്കെ നമുക്ക് നേരെയായി തോന്നുന്നത്. ഫ്രം ദീസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് പവേഴ്സ് ആൻഡ് ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മുതലാളിത്ത ശക്തികളുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അറ്റ് ലാസ്റ്റ് ആഫ്രിക്ക പാർട്ടീഷൻ among the European countries in 1914. അങ്ങനെ 1914 ആഫ്രിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വീതിക്കപ്പെടുകയാണ് ഉണ്ടായത്. So, in the beginning of the chapter, we will discuss about how the capitalism emerged as imperialism. എങ്ങനെയാണ് മുതലാളിത്തം എന്ന ഒരു പ്രതിഭാസത്തിൽ നിന്ന് സാമ്രാജ്യത്വം എന്ന ഒരു രീതിയിലേക്ക് ലോകം മാറിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യമായി ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ 18th century ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ 18ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് മുമ്പത്തെ ക്ലാസ്സിൽ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെക്കുറിച്ച് മുമ്പത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞതാണ്.
വാട്ട് യു മീൻ ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ഡെവലപ്മെൻറ്റ് ഇൻ ദ മെഷീൻ ടൂൾസ്. മെഷീനറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, അവിടെ ഉണ്ടാകുന്ന വികസനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ലേറ്റർ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പരന്നു. ദെൻ ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫാക്ടറി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ വേൾഡ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടി മെഷീനറിയിൽ നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായതോടുകൂടി ഒരുപാട് ഫാക്ടറികൾ വരാൻ തുടങ്ങി. പണ്ട് കാലത്തൊക്കെ ജനങ്ങൾ തന്നെയായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആര് ചെയ്യാൻ തുടങ്ങി? മെഷീനറികൾ ചെയ്യാൻ തുടങ്ങി. ദെൻ ദ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫാക്ടറീസ്. അപ്പോൾ എന്ത് ചെയ്തു? മുതലാളിമാരൊക്കെ ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ഓഫ് ഫാക്ടറി സിസ്റ്റം പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. ഫാക്ടറി സിസ്റ്റം വന്നതോടുകൂടി പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങി. മനുഷ്യന്മാരുണ്ടാക്കുമ്പോൾ 100 പ്രൊഡക്റ്റാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് മെഷീൻ ഉണ്ടാക്കുമ്പോൾ 1000 പ്രൊഡക്റ്റിലേക്ക് അത് മാറി. സോ ദിസ് ഈസ് ആൾസോ ഇൻക്രീസ്ഡ് ദ പ്രോഫിറ്റ് ഓഫ് ക്യാപിറ്റലിസം. അങ്ങനെ ഓരോ ദിവസവും കിട്ടിയിരുന്ന ലാഭം സാധാരണത്തേക്കാൾ കൂടാൻ തുടങ്ങി. കാരണം മെഷീനറിയിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും, അതുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റും കിട്ടാൻ തുടങ്ങി. Then the economic system in which the production and distribution are controlled by the capitalists with the aim to increase profit is known as capitalism. Then what do you mean by capitalism? Capitalism is an economic system in which production and distribution are controlled by the capitalists with the aim to increase profit. ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മുതലാളിമാരായ ആളുകൾ ഒരു സാധനം പ്രൊഡക്റ്റ് ചെയ്യുകയും അത് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക സ്ഥിതിക്കാണ്, ഒരു സാമ്പത്തിക സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്യാപിറ്റലിസം. Then as a result of industrial revolution factory system implemented in the world. Due to factory system production was increased. Due to the production was increased, it led to the ക്യാപിറ്റലിസം. പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കൂടി. അപ്പം പ്രോഫിറ്റ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നടത്താൻ തുടങ്ങി. ദെൻ ദ ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഇറ്റ് ലെഡ് ടു ക്യാപിറ്റലിസം. അത് മുതലാളിത്ത സമ്പ്രദായത്തിലേക്ക് രാജ്യത്തെ നയിച്ചു, അല്ലെങ്കിൽ ലോകത്തെ നയിച്ചു. As a result of capitalism, large scale industries were emerged in the world. വലിയ വ്യവസായങ്ങളൊക്കെ ലോകത്ത് ക്യാപിറ്റലിസത്തോടു കൂടിയും ഇൻഡസ്ട്രിയൽ റവല്യൂഷനു കൂടെയും വരാൻ തുടങ്ങി. ദെൻ ഇറ്റ് ലെഡ് ടു ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതോടുകൂടി 100ഉം 200ഉം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഓരോ രാജ്യവും കൂടുതൽ പൈസ നിക്ഷേപിച്ചപ്പോൾ the many nations they produced more than they needed and more than they accommodate in their domestic market. അങ്ങനെ കൂടുതൽ പൈസ ഓരോരുത്തരും ഇങ്ങനെ നിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ ആ രാജ്യത്തിന് ആവശ്യമുള്ളതിനേക്കാൾ, ആ രാജ്യത്തിലെ മാർക്കറ്റിൽ ആവശ്യമുള്ളതിനേക്കാൾ പ്രൊഡക്ഷൻ നടത്തുകയും പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്തു. Then the overproduction forced them to search new markets. അങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ വന്നപ്പോൾ ഇത് എവിടെ വിൽക്കും എന്നതിനെക്കുറിച്ച് അവർ തേടി നടക്കാൻ തുടങ്ങി. Then the all European nations, the each and every European nations, they also searched for new markets. So it led to competition among them. അങ്ങനെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെ പുതിയ മാർക്കറ്റ് തേടി നടന്നപ്പോൾ അവർക്കിടയിൽ അതൊരു മത്സരമായി മാറി. However, the Europeans had already established trade relationship with Asian, African and Latin American nations. എന്നാലും പല യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് പണ്ട് മുതലേ കച്ചവട ബന്ധം പുലർത്തിയിരുന്നു. സോ യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സ്,
The European countries economically exploited Asian, African, and Latin American nations. And later, these nations became the colonies of European countries. അങ്ങനെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പല രാജ്യങ്ങളും യൂറോപ്പുകാരുടെ കോളനിയായി മാറി. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കൊളോണൈസേഷൻ. ഈ ഒരു പരിപാടി തൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യത്തിലേക്ക് പുതിയ മാർക്കറ്റുകൾ തേടി പോവുകയും അവസാനം ആ രാജ്യത്തിൻ്റെ ഭരണം കൈക്കലാക്കുകയും ചെയ്ത ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കൊളോണൈസേഷൻ. Then what do you mean by colonization? Colonization is a process that, using political power and military forces, the European countries economically exploited Asian, African, and Latin American nations. Later, these nations became the colonies of European countries. Asian ഭൂഖണ്ഡത്തിലെയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെയും ലാറ്റിൻ അമേരിക്കൻ നാടുകളിലെയും പല രാജ്യങ്ങളെയും രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചുകൊണ്ടും സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ടും യൂറോപ്പിലെ പല രാജ്യങ്ങളും അവരുടെ കീഴിലാക്കി മാറ്റി, അവരുടെ കോളനിയാക്കി മാറ്റി. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കൊളോണൈസേഷൻ. ക്യാപിറ്റലിസം എങ്ങനെയാണ് കൊളോണൈസേഷനിലേക്ക് എത്തിയത്? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടുള്ള പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും. അങ്ങനെ പ്രോഫിറ്റ് മാത്രം പ്രതീക്ഷിക്കുമ്പോൾ അവർ കൂടുതലായിട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രൊഡക്ഷൻ നടത്താൻ തുടങ്ങി. അപ്പോൾ അവരുടെ രാജ്യത്തേക്ക് മാത്രമുള്ള പ്രൊഡക്ഷനല്ല, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായി. അപ്പോൾ പുതിയ മാർക്കറ്റുകൾ തേടി അവർ നടന്നു. അങ്ങനെ പുതിയ മാർക്കറ്റുകൾ തേടി നടന്നപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇങ്ങനെ ഓരോ മാർക്കറ്റുകൾ തേടി നടക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ മത്സരമായി. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ ശക്തി ഉപയോഗിച്ച് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പല രാജ്യങ്ങളെ അവരുടെ കൈക്കലാക്കി മാറ്റി. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കൊളോണൈസേഷൻ. അപ്പം ക്യാപിറ്റലിസം ശക്തമായപ്പോൾ മാത്രമാണ് അത് കൊളോണൈസേഷനായി മാറിയത്. അങ്ങനെ ഈ ഒരു പ്രക്രിയയിലൂടെ ഒരു യൂറോപ്യൻ രാജ്യം കോളനിയാക്കിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ആരായിരുന്നു ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയത്? ഇംഗ്ലണ്ടുകാർ. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് ഇംഗ്ലണ്ടുകാരുടെ കോളനിയായിരുന്നു. What is the main aim of capitalism? The main aim of capitalism is to increase profit. For increasing profit, the capitalists, they exploited the factory workers. And the life of factory workers was very miserable. Factory workersൻ്റെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. ആൻഡ് their wages was very low. അവരുടെ കൂലിയും വളരെ കുറവായിരുന്നു. ആസ് എ റിസൾട്ട്സ് factory workers formed trade unions. അങ്ങനെ എന്ത് ചെയ്തു? ഫാക്ടറിയിലെ ജോലിക്കാർ മൊത്തം കൂടിയിട്ട് ഒരു തൊഴിൽ സംഘടന ഉണ്ടാക്കി. വാട്ട് വാസ് ദ എയിം ഓഫ് ട്രേഡ് യൂണിയൻ? എന്തായിരുന്നു ഈ തൊഴിൽ സംഘടനയുടെ ലക്ഷ്യം? Aim of trade union was to protest against capitalist exploitation. മുതലാളിത്ത ശക്തികളുടെ ചൂഷണത്തെ എതിർക്കുക അല്ലെങ്കിൽ തകർക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ട്രേഡ് യൂണിയൻസ് കണ്ടക്റ്റഡ് സെവറൽ അജിറ്റേഷൻസ്. ഒരുപാട് പ്രക്ഷോഭങ്ങൾ തൊഴിൽ സംഘടന ഫാക്ടറിയിലെ ജോലിക്കാർ നടത്തുകയുണ്ടായി. ആസ് എ റിസൾട്ട് the wages of factory workers increased. അതിൻ്റെ ഭാഗമായിട്ട് ഫാക്ടറിയിലെ ജോലിക്കാർക്ക് അവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തു. then it led to the diminution of the decline of the profit of capitalists. അങ്ങനെ അവരുടെ കൂലി കൂട്ടിയപ്പോൾ അത് ക്യാപിറ്റലിസത്തിൻ്റെ ലാഭം കുറഞ്ഞുപോയി. ലാഭം ഇല്ല എന്നുള്ളതല്ല, ലാഭം കുറഞ്ഞുപോയി. ആദ്യം 100 രൂപ കിട്ടിയിരുന്നപ്പോൾ ഇപ്പോൾ അത് 75 രൂപയായി. കാരണം 25 രൂപ അവരുടെ ശമ്പളത്തിലേക്ക് വീണ്ടും നീക്കി വെക്കേണ്ടി വന്നു. അങ്ങനെ ലാഭം കുറഞ്ഞു പോയതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപാട് ചിന്തയിലാണ്ടു. നമ്മളിനി എന്ത് ചെയ്യും? അതുവരെ അവർ കോളനികളെ കണ്ടിരുന്നത് the European countries and the capitalist countries, they considered the colonies as the source of raw materials and the market for their industrial products.
കോളനിയിലുള്ള ഒരുപാട് റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്നു. എന്നിട്ട് അവരുടെ ഏത് യൂറോപ്യൻ രാജ്യമാണോ കൊണ്ടുവരുന്നത് ആ രാജ്യത്ത് വെച്ച് പ്രൊഡക്ഷൻ നടത്തുന്നു. എന്നിട്ട് ഉണ്ടാക്കിയ സാധനം അവിടെ കൊണ്ടുപോയി വിൽക്കുന്നു. ഈ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ലേറ്റർ colonial masters, European countries, capitalistic countries started to invest capital in the colonies. അങ്ങനെ കുറച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർ അവരുടെ മൂലധനം നിക്ഷേപിക്കുന്നത് കോളനിയിൽ തന്നെയാക്കി മാറ്റി. ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു ഇന്ത്യ. ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്തിരുന്നത് ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്, പ്രൊഡക്ഷൻ ആവശ്യമായ സാധനങ്ങൾ ഇവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഇംഗ്ലണ്ടിലെ ഫാക്ടറിയിൽ വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കി നേരെ തിരിച്ച് ആ സാധനം ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കും. ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരുപാട് ചിലവുകളും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവസാനം അവർ തീരുമാനിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോളനിയായ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഫാക്ടറി ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ആളുകളെ ജോലിക്കാരായി വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം. അങ്ങനെ പ്രൊഡക്ഷൻ നടത്തിയാൽ നമുക്ക് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സോ ദ colonial masters, the capitalist countries, European countries started to invest capital in the colonies. കോളനിയിൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, നിക്ഷേപം നടത്താൻ തുടങ്ങി. What was the reason? What was the factors that induced them to do so? ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിക്കാനുണ്ടായ കാരണം എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ചീപ്പ് വേജ് ഓഫ് ലാബേഴ്സ്. ഓരോ തൊഴിലാളികൾക്കും വളരെ ചെറിയ കൂലി കൊടുത്താൽ മതി. ദ സെക്കൻഡ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. ആവശ്യമായ റോ മെറ്റീരിയൽസ് ഒക്കെ അവിടെയുണ്ട്. തേർഡ് വൺ ഈസ് ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. സാധനങ്ങൾ ഉണ്ടാക്കാനും അത് വിൽക്കാനും കോസ്റ്റ് വളരെ കുറവാണ്. സ്വന്തം രാജ്യത്ത് നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരികയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷനും ഉണ്ടാക്കുവാനൊക്കെ കൂടുതൽ പൈസ ആവശ്യമുണ്ട്. ബട്ട് ഇൻ കോളനീസ് ദ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് expenditure is very low. So the capitalist countries, colonial masters, they started to invest capital in the colonies. ഇപ്പോൾ എന്ത് ചെയ്തു, സ്വന്തം രാജ്യത്ത് മൂലധനം നിക്ഷേപിച്ചിരുന്ന പല രാജ്യങ്ങളും അവരുടെ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്താൻ തുടങ്ങി. ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ടു കോളനീസ്. ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിക്ഷേപിച്ച മൂലധനം എങ്ങോട്ട് മാറി, കോളനിയിലേക്ക് മാറി. ദെൻ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ്. സോ ഇതൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഈ ഒരു ഘട്ടത്തെയാണ് ചരിത്രത്തിൽ ഇംപീരിയലിസം, സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഇംപീരിയലിസം? ഇംപീരിയലിസം ഈസ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഫ്രം ദ യൂറോപ്യൻ കൺട്രീസ് ഈസ് നോൺ ആസ് ഇംപീരിയലിസം. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കോളനിയിലേക്ക് മൂലധന നിക്ഷേപം കടന്നു വരുന്നത്. ദിസ് ഈസ് നോൺ ആസ് imperialism. In other words, we can say that imperialism is the imposing a nation's political, economic and cultural dominance on another nations is known as imperialism. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികപരവുമായ ആധിപത്യം. രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ ബ്രിട്ടനും ഇന്ത്യയും എടുത്തു നോക്കുക. ഇന്ത്യയുടെ രാഷ്ട്രീയപരമായതും അതുപോലെ സാമ്പത്തികപരമായതും സാംസ്കാരികപരമായ എല്ലാ ആധിപത്യവും ആർക്കായിരുന്നു? ഇംഗ്ലണ്ടിനായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ നടത്തിയത് സാമ്രാജ്യത്വമാണ്, imperialism. And in another words, we can say that imperialism is the imposing a nation's political, economic, cultural dominance on another nation is also called imperialism. It is the ഫണ്ടമെൻ്റൽ ഫ്യൂച്ചർ ഓഫ് ഇംപീരിയലിസം. ഇതുതന്നെയാണ് ഇംപീരിയലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായും അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഇംപീരിയലിസം? ദ ഫണ്ടമെൻ്റൽ ഫീച്ചർ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ,
economic and cultural dominance on another nation is the fundamental feature of imperialism. ഇമ്പീരിയലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. അപ്പോൾ സാമ്രാജ്യത്വം നടപ്പിലാക്കാൻ വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? The imperialist powers, the colonialist, they imposed their dominance over another nation using legal system, administrative measures, military force. സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഈ പ്രതിഭാസം നടപ്പിലാക്കാൻ വേണ്ടി ഈ രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്തു? നിയമവ്യവസ്ഥ, അതുപോലെ തന്നെ അവരുടെ ഭരണ സംവിധാനം, അതുപോലെ സൈനിക ശക്തി, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സാമ്രാജ്യത്വം ഇന്ത്യ പോലുള്ള കോളനികളിൽ നടപ്പിലാക്കിയിരുന്നത്. അങ്ങനെയാണ് ഇമ്പീരിയലിസ്റ്റ് ശക്തികൾ ഇവിടെ ചൂഷണം നടത്തിയിരുന്നത്. The colonization changed to imperialism. Then അപ്പോൾ അങ്ങനെ കോളനിവൽക്കരണം എന്നുള്ളതിൽ നിന്ന് സാമ്രാജ്യത്വം എന്നുള്ളതിലേക്ക് മാറി. Colonization and imperialism is utterly different. What is colonization? Colonization is the European nations, they consider the colonies as the source of raw materials and the market for their industrial product. അസംസ്കൃത വസ്തുക്കൾ അവിടെ പോയി എടുക്കുന്നു, ഈ സാധനങ്ങൾ സ്വന്തം രാജ്യത്തുണ്ടാക്കിയിട്ട് അവിടെ പോയി വിൽക്കുന്നു. ഇതായിരുന്നു കോളനിവൽക്കരണം. ബട്ട് ഇറ്റ് ചേഞ്ച്ഡ് ടു imperialism. What is imperialism? Imperialism is the political, economical and cultural dominance of a nation on another nation. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും ആധിപത്യം പുലർത്തുന്ന ഒരു പരിപാടിയാണ് ഇമ്പീരിയലിസം. കൊളോണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആധിപത്യമില്ല, അവിടെ പോയി സാധനങ്ങൾ എടുക്കുന്നു, അവിടെ കൊണ്ടുപോയി വിൽക്കുന്നു. ദെൻ ദ കൊളോണൈസേഷൻ ആൻഡ് ഇമ്പീരിയലിസം ഈസ് അട്ടർലി ഡിഫറെൻറ്റ്. ദെൻ Industrial revolution led to the factory system. Due to factory system, production was increased and the profit was also increased. It led to the capitalism. After capitalism, overproduction was occurred and it forced them to search for new markets. It led to the colonization. After colonization, trade unions were formed and it led to the decrease of the profit of capitalists. Then they invested the capital in the colonies. It led to the new phase. It is called imperialism. Imperialism is very difficult for colonies. Then what is the impact of imperialism? Then how did imperialism affect the colonies? എങ്ങനെയൊക്കെയാണ് ഈ സാമ്രാജ്യത്വം കോളനിയെ ബാധിച്ചിട്ടുണ്ടാകുക? The first one, traditional economic system of the colonies was destroyed. കോളനിയിലുണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക സ്ഥിതിയും നശിച്ചു. Then the second one, administrative and judicial system were replaced. ഭരണവും അതുപോലെ നീതി വ്യവസ്ഥയൊക്കെ അവർ ആ രാജ്യത്തിൻ്റേത് മാറ്റിമറിച്ച് പുതിയത് സ്ഥാപിച്ചു. The third one, people in the colonies were forced to cultivate cash crops instead of traditional food crop. തിന്നാൻ ആവശ്യമായ ക്രോപ്പുകൾ ഉണ്ടാക്കുന്നതിന് പകരം പൈസ ഉണ്ടാക്കുന്ന ക്യാഷ് ക്രോപ്പുകൾ ഉണ്ടാക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ കോളനിയൽ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ദെൻ അത് അവർക്ക് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാതെയായപ്പോൾ അതവരെ നന്നായി ബാധിച്ചു. ദെൻ ദ ഫോർത്ത് വൺ, പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്. കോളനിയിൽ ദാരിദ്ര്യം അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും കൂടി. Then the fifth one, natural resources were widely exploited by capitalists. ക്യാപിറ്റലിസ്റ്റ് ആയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് ആയ രാജ്യങ്ങളിൽ ആളുകൾ എന്ത് ചെയ്തു? കോളനിയിലുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും ചൂഷണം ചെയ്ത് കൊണ്ടുപോയി. Then the last one is indigenous arts, regional arts, literature, language, culture and education system were destroyed. അവരുടെ പ്രാദേശികമായ കലകളും പ്രാദേശികമായ സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസ രീതി ഇതെല്ലാം പാടെ നശിച്ച് ഇല്ലാതെയായി. These are the
impact of imperialism in the colonies. Competition among imperialist nations continued for acquiring colonies and market. സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിൽ കോളനിക്ക് വേണ്ടിയും അതുപോലെ തന്നെ കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇറ്റ് ലെഡ് സെവറൽ കോൺഫ്ലിക്റ്റ് അമംഗ് ദം. ഇതവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അറ്റ് ലാസ്റ്റ് ഇറ്റ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് വാർസ്. അവസാനം അത് യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ we will discuss about the war occurred among imperialist countries. സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നാം ചർച്ച ചെയ്യുക.